വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 8 മണിക്കൂറിൽ ഘോര യുദ്ധമാണ് ആ പ്രദേശത്ത് നടന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആണവ റിയാക്ടറുകളെല്ലാം തകർത്ത് ഇസ്രായേൽ മുന്നേറുകയാണ്. ടെഹ്റാനിൽ അണുവികിരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ ഒഴിഞ്ഞു പോകാൻ ആദ്യമേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ടാണോ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. പോരാത്തതിനിപ്പോ പല പല ആണവ റിയാക്ടറുകളും ഇസ്രായേലെ തകർത്തിട്ടുണ്ട്. GCC രാജ്യങ്ങളെല്ലാം ആശങ്കയിലാണ്. പ്രധാനമായിട്ടും ഖത്തർ ഇസ്രായേലിനെതിരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ ആണവ നിലയങ്ങളെയൊക്കെ അടിച്ചുകൊണ്ടിരുന്നാൽ ഈ അണുവികിരണം ഈ GCC രാജ്യങ്ങളെ അടക്കം ബാധിക്കും, ഇത് വച്ചുപൊറിപ്പിക്കാനാവില്ല എന്ന് പറയുന്നു. അമേരിക്കയ്ക്ക് കുറച്ച് കൂടുതലാണ് കളി എന്ന് പല രാജ്യങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമെങ്കിൽ പോലും അമേരിക്കയുടെ ഒരു മാടമിത്തം കാരണവും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ വലിയ പവർ കാരണവും ലോക പോലീസാണല്ലോ, അമേരിക്ക എതിരെ ശബ്ദിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ ജയശങ്കർ ഒരു വിദേശത്തൊരു വേദിയിൽ പറഞ്ഞത്, ഓബ്വിയസ്ലി എല്ലാവരും പറയുന്നത് നമ്മൾ കേൾക്കണം. അതായത് അമേരിക്ക പേടിയുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്, അത് സത്യമാണ്. ഇപ്പൊ കാര്യം പോലെ പറയണമല്ലോ. പക്ഷെ നമ്മൾ അതിലൊരു രാജ്യമല്ല എന്ന് കൃത്യമായിട്ട് ഇന്ത്യ വിദേശത്ത് പോയി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നരേന്ദ്രമോദി ട്രംപിനെ വിളിച്ച് 34 മിനിറ്റ് സംസാരിച്ചു എന്ന് കേൾക്കുന്നു. പൂരത്തെറിയായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ആര് പറഞ്ഞു യുദ്ധം നിർത്തിയെന്ന് നിങ്ങൾ പറഞ്ഞു, അങ്ങനെയുള്ള വല്ല സംഭവം എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു എന്ന് കേൾക്കുന്നു. എന്തായാലും ഇസ്രായേൽ ഇറാനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ ഖമേനിയുടെ കുടുംബത്തിനെ അയാൾ ഇറാനിൽ നിന്ന് കടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അവർ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഇറാനിൽ നിന്ന് ഒമാനിലേക്ക് 3 വിമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വിമാനം പ്രസിഡന്റിന്റെ വിമാനമാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത് അത് മധ്യസ്ഥ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടക്കുന്നു, ആ മധ്യസ്ഥ ചർച്ചകളിൽ പങ്കുചേരാൻ പോയതാണെന്നാണ്. പക്ഷേ ഖമേനി പറഞ്ഞിട്ടുണ്ട് ഒരു മധ്യസ്ഥ ചർച്ച ഇനിയില്ല എന്ന്. ട്രംപ് പറഞ്ഞിട്ടുണ്ട് ശരി മധ്യസ്ഥ ചർച്ച ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ അടി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെയാണ് ഒമാനിൽ വെച്ചൊരു മധ്യസ്ഥ ചർച്ച എന്ന് പറഞ്ഞ ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലാണ് അവിടെയുള്ള പട്ടാളക്കാരുടെ കുടുംബങ്ങളെയും ഖമേനിയുടെ കുടുംബത്തെയും അടക്കം ഇപ്പോൾ ഒമാനിലേക്ക് മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നത്. ഇപ്പൊ ഖമേനി അങ്ങനെ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ നമ്മുടെ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ കുടുംബം അടക്കമാണല്ലോ നമ്മൾ തുടച്ചു നീക്കിയത്. അപ്പൊ ഇനി ഖമേനിയെ മാത്രം തട്ടിയാൽ പോരാ, ഇവന്റെ വംശപരമ്പര സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയണമെന്ന് ഇസ്രായേലിന് ആ ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഇയാൾ സേഫ് ആക്കി എന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താകും ഇനിയുള്ള മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെയും ഇറാന്റെയും അവസ്ഥ? ഇസ്രായേലിന്റെ അവസ്ഥ അവിടെ നിൽക്കട്ടെ, ഇറാന്റെ അവസ്ഥ എന്താവും? ഇപ്പൊ നമ്മള് വിചാരിച്ചതിൽ നിന്ന് തുടക്കം, ഇപ്പൊ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പൊ 6ാമത്തെ ദിവസമാണ്. 6ലേക്ക് എത്തുമ്പോ തുടക്കത്തിൽ കണ്ട ഒരു രീതിയല്ല ഇപ്പോഴ്. കാരണം ഇറാൻ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു വലിയ ആക്രമണമാണ് ഇസ്രായേലിൽ നടന്നത്. അത് അവരുടെ 2 ആശുപത്രികളാണ് പൂർണ്ണമായിട്ട് ഇറാന്റെ അറ്റാക്കിൽ ഫത്തേ മിസൈലുകളാണ് ഉപയോഗിച്ചത്. ഫത്തേ മിസൈൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു വലിയ മിസൈൽ തന്നെയാണ്. ഒപ്പം തന്നെ അവരുടെ വിവിധ മേഖലകളിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഹോളോട്സൺ എന്ന് പറയുന്ന സ്ഥലത്ത് 16 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ പറയുന്നത് വലിയ കാഷ്വാലിറ്റി നടന്നിട്ടുണ്ടെന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നുണ്ട് 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുദ്ധം അതിന്റെ ഒരു വലിയ പാരമ്യതയിലാണ് എത്തി നിൽക്കുന്നത്. അതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, ഈ ഒരാഴ്ചക്കുള്ളിൽ ഇല്ലെ മാക്സിമം 2 ആഴ്ചക്കുള്ളിൽ ഈ യുദ്ധം തീർക്കേണ്ടത് ഒരു അനിവാര്യമാണ്. കാരണം ഇസ്രായേലിന്റെ പക്കല് ഇനി ഒരാഴ്ച കൂടി പിടിച്ചു നിൽക്കാനുള്ള മിസൈൽ ശേഖരം മാത്രമാണ് ഉള്ളതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. അതായത് അമേരിക്ക സഹായിച്ചില്ല എങ്കിൽ, ഇല്ലെങ്കിൽ അമേരിക്ക കൂടുതൽ മിസൈലുകളും ആയുധങ്ങളും നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ പക്കൽ അതില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇറാൻ തുടക്ക സമയത്ത് ചെയ്തിരുന്നത്. ഇസ്രായേലിന്റെ പക്കലില്ല. ഇസ്രായേലിന്റെ പക്കല് ഇത്രയും ഒരാഴ്ചകളിൽ പിടിച്ചു. അപ്പം അമേരിക്കയുടെ കൂടുതൽ ആയുധങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ചെയ്തിരുന്നത് ഈ ഇവരുടെ മിസൈൽ ലോഞ്ചറുകള്, അതുപോലെ തന്നെ മിസൈൽ ഫാക്ടറികള്, മിസൈൽ ശേഖരം, ഇതിനെയായിരുന്നു ഇസ്രായേൽ ആദ്യം ടാർഗറ്റ് ചെയ്തത്. അതായത് അവരുടെ എണ്ണം കുറയ്ക്കുക, ഇറാന്റെ ഭാഗത്തുള്ള മിസൈലുകളുടെ എണ്ണം കുറയ്ക്കുക എന്നൊരു തന്ത്രമായിരുന്നു ആദ്യം അവർ ആവിഷ്കരിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൂടുതൽ മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ അധികം സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ അമേരിക്ക ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് എത്ര നാൾ വേണം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 2 ആഴ്ചക്കകം ഇതിനൊരു വലിയ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതും ഈ ഒരു കാൽക്കുലേഷനിലാണ്. കാരണം അതിനകത്ത് മർമ്മപ്രധാന ഭാഗങ്ങളിൽ ഒരു വലിയ ആക്രമണം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതൊരു പര്യവസാനത്തിലേക്ക് എത്തും എന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ.
ഇതുകൊണ്ട് തന്നെയാണ് ഇറാൻ വലിയ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പലവട്ടം നമ്മൾ എല്ലാ ചർച്ചയിലും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഇപ്പൊ ഹിസ്ബുള്ള പോലെയുള്ള മറ്റൊന്നു പോലെ അല്ല ഇറാൻ എന്നുള്ളത്. വളരെ ശക്തമായി തന്നെയുള്ള കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അവർ സാമ്പത്തികമായിട്ടും മറ്റൊക്കെ തകർന്നെങ്കിലും അവർക്ക് ആയുധബലത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ടെൽ അവീബ് പോലെ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിൽ അവർക്ക് പലവട്ടം ആക്രമണം നടത്താൻ കഴിഞ്ഞു. ഇന്നലെ മാത്രമല്ല, ഇതിനു മുമ്പും അവർ യെസ്. മിസൈലുകൾ നടത്തിയിട്ടുണ്ട്, ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിലെ ആശുപത്രികൾക്ക് നേരെ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി വരത്തക്കതിലുള്ള ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ അത്ര നിസ്സാരക്കാരല്ല, പക്ഷെ ടെക്നോളജിയിലും ടെക്നിക്കലിലും ഒക്കെ വളരെ മുൻപിൽ നിൽക്കുന്നത് ഇസ്രായേൽ ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ അമേരിക്ക ഇടപെടണമെന്ന് പറയുന്നത്. ഇന്നലെ വൈകി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുചേരും എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ അമേരിക്ക അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇറാനെ ആക്രമിക്കാൻ. അതൊരു ലിമിറ്റഡ് ആക്രമണമായിരിക്കും, ഇല്ലെങ്കിൽ ലിമിറ്റഡ് ആക്രമണമായിരിക്കും അമേരിക്ക നടത്തുക എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഇറാന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ആയുധം ഇന്ന് ഉള്ളത് അമേരിക്കയുടെയിലാണ്. അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ച് മർമ്മപ്രധാനമായിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾ മാത്രം, അതായത് സിവിലിയൻസിനോ മറ്റുള്ളവർക്കോ ഒന്നും ഡാമേജ് വരാതെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ മാത്രം തകർക്കുക എന്നുള്ള. കാരണം അങ്ങനെ ഒരു തകർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇറാനെ സംബന്ധിച്ച് അവരുടെ നട്ടലൊടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അതിനാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. അതിനകത്ത് അവർ പറയുന്ന കാര്യം വാരാന്ത്യത്തോടു കൂടി ആക്രമണം ഉണ്ടാകുമെന്ന് പറയുന്നു. വാരാന്ത്യം എന്ന് പറയുമ്പോൾ ഇനി 2 ദിവസം കൂടി അവശേഷിക്കുന്നു, ഫ്രൈഡേയും സാറ്റർഡേയും. സൺഡേ എന്ന് പറയുമ്പോൾ വാരാന്ത്യമായി. അപ്പൊ ഈ 2 ദിവസത്തിനുള്ളിൽ ഒരു വലിയ ആക്രമണം നടത്തും. അതിന് തൊട്ട് മുന്നോടിയായിട്ട് ട്രംപ് പരസ്യമായിട്ടൊരു പ്രസ്താവന നടത്തും എന്നുകൂടി ഈ എക്കണോമിക്സ് ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ വളരെ ആധികാരികമായി തന്നെ അത്തരം വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനിടയിലാണ് ഇസ്രയേലിന്റെ ഒരു വലിയ ആക്രമണം ഇറാനിൽ നടന്നിരിക്കുന്നു. ഇറാന്റെ 250 കിലോമീറ്റർ അകലെ ഒരു തെക്കൻ പ്രദേശത്ത് ഇസ്ഫഹാനി എന്ന് പറയുന്ന പ്രദേശത്തുള്ള അരാക്കിൻ എന്ന് പറയുന്ന ആണവ റിയാക്ടർ തകർത്തിരിക്കുന്നു. നമുക്കറിയാം, ഈ ഇത്രയും ദിവസങ്ങളിൽ ഇറാനുമായിട്ട് സംഘർഷം ഉണ്ടാകുമ്പോഴൊന്നും അവരുടെ ഈ ആണവ റിയാക്ടറിന് നേരെ ആക്രമണം നടത്തിയിരുന്നില്ല. പകരം അവർ ചെയ്തിരുന്നത് ഈ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണമായിരുന്നു. ഇത് ആണവ റിയാക്ടറിന് നേരെയാണ്. പക്ഷെ ഇപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ഉപഗ്രഹ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതിൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അവിടുത്തെ ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ അണുവീകരണത്തിന്റെ പ്രശ്നം വരുന്നില്ല. അത് മാത്രവുമല്ല, ഇതിന്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല. ഇതിന്റെ പണി പൂർത്തിയാക്കാൻ ഇനി 1 വർഷം കൂടിയുണ്ട്. പക്ഷെ അവിടെ വർക്കുകളും മറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതിന്റെ ഈ പ്ലൂട്ടോണിയം ഒരു സെക്ഷൻ ആണത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് അറ്റാക്ക്. യുറേനിയം അല്ല, പ്ലൂട്ടോണിയമാണ് ഇവിടെ. ഇതിനകത്ത് പല ഘടകങ്ങൾ ഇതിനകത്ത് ഉണ്ടാകണമല്ലോ. അപ്പൊ സമ്പുഷ്ട യുറേനിയത്തിന് വേറൊരു പ്ലാന്റ്, പ്ലൂട്ടോണിയത്തിന് വേറൊരു പ്ലാന്റ്, അങ്ങനെ വിവിധ ഇതിലാണ്. അപ്പൊ അതിന്റെ ഒരു മർമ്മപ്രധാനം, അതായത് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇറാൻ ഇനി ഈ അടുത്ത കാലത്തൊന്നും ഒരു ആണവ ശക്തിയായി ഉയരരുത്, അല്ലെങ്കിൽ ആണവ ഇത് ഉണ്ടാകരുത്. അതിനിടയിൽ റഷ്യയുടെ ഒരു വലിയ നീക്കം നടന്നിരിക്കുന്നു. ഇസ്രായേൽ അതിന് അനുകൂലമായിട്ട് ഒരു റിപ്ലൈ കൊടുത്തിരിക്കുന്നു. കാരണം റഷ്യയും ഇറാനും കൂടെ ചേർന്നുകൊണ്ട് ഈ ഇറാന്റെ തെക്കൻ പ്രദേശത്ത് ഈ ബുഷഹർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ആണവ റിയാക്ടർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 200-ലധികം റഷ്യക്കാരാണ് അവിടുത്തെ ജീവനക്കാരായിട്ടുള്ളത്. അത് സിവിലിയൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആണവോർജ്ജമാണ്. അപ്പൊ അതിനെ അറ്റാക്ക് ചെയ്യരുതെന്നും ഈ റഷ്യൻ ജീവനക്കാർക്ക് സുരക്ഷ നൽകണമെന്നും പുടിൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ പറഞ്ഞത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആണവ നിലയങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തത്തില്ല, റഷ്യക്ക് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തുടരാം, അതിന് നേരെ ഞങ്ങൾ ഒരിക്കലും ആക്രമിക്കില്ല എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഈ ഇസ്രായേലിന്റെ പക്കൽ ഈ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാന്റുകളാണ് അവർ കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ നമുക്ക് റഷ്യയുടെ അനവധി പ്ലാന്റുകൾ കൂടംകുളത്തടക്കം നമ്മുടെ ഇന്ത്യയിലുണ്ട്, അനവധി പ്ലാന്റുകളുണ്ട് റഷ്യ ആയിട്ട് നമ്മൾ സഹകരിച്ച് മുൻപോട്ട് പോകുന്നു. ഇറാനിൽ അവരുടെ പ്ലാന്റില് റഷ്യൻ ജീവനക്കാർ വെച്ചിട്ട് അവർ തുടങ്ങുന്ന ഒരു സാധനമാണ്, അതിനെ അറ്റാക്ക് ചെയ്യില്ല എന്നൊരു ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ റഷ്യക്ക് ഈ ഒരു ഉറപ്പ് നൽകുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു വലിയ ആക്രമണം വരുന്നു എന്ന് തന്നെയാണ്. അല്ലാതെ ഞങ്ങൾ യുദ്ധം നിർത്തുന്നോ വെടിനിർത്തലിലേക്ക് പോകുന്നു അല്ല റഷ്യയോട് പറഞ്ഞത്. പകരം നിങ്ങളുടെ ഈ പറയുന്ന ബുഷഹർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നിങ്ങളുടെ റിയാക്ടർ, നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന റിയാക്ടർ ഞങ്ങളൊന്നും തന്നെ ചെയ്യുന്നതല്ല എന്നവർ പറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം അടിക്കും എന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ട്രംപിന്റെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ടു പോകാൻ ട്രംപിനും കഴിയില്ല. കാരണം പശ്ചിമേഷ്യയിലെ ഇനി നീണ്ടുപോയാൽ, നമ്മൾ പശ്ചിമേഷ്യയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ഈ നടക്കുന്ന സംഘർഷങ്ങൾ നീണ്ടുപോയി കഴിയുമ്പോൾ പല രാജ്യങ്ങളും അഭിപ്രായവുമായി രംഗത്തെത്തും. അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ US ഉണ്ടാക്കുകയും ചെയ്യും.
അതുകൊണ്ട് അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതകൾ ഇല്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയല്ല, ഇതിനി വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം, പല രാജ്യങ്ങളും ഇതിൽ ഇടപെടാൻ തുടങ്ങും. പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ ഇതിനകത്ത് പലതും ഇപ്പൊ തന്നെ ഖത്തറും മറ്റുമൊക്കെ ഇതിനൊരു എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ബാക്കിയുള്ള രാജ്യങ്ങളോടൊക്കെ പറയുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് മാത്രമല്ല, ആ രാജ്യങ്ങളിലുള്ള ജനങ്ങൾ അമേരിക്കയ്ക്കും ഇല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾക്കെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഒരു കച്ചവട കേന്ദ്രം ഈ അമേരിക്കയുടെ അടക്കമുള്ള ഒരു വലിയ വിപണിയും കൂടെയാണ് അത്. അപ്പൊ അതുകൊണ്ട് ഇനി വെച്ച് താമസിപ്പിക്കാനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല. ഇതിനിടയിലാണ് ഇപ്പൊ ധനുഷ് പറഞ്ഞ ഒരു വാർത്ത കൂടി വരുന്നു. അവിടുന്ന് ഒഫീഷ്യൽസ് അടക്കം, ഖമേനിയുടെ ഫാമിലി അടക്കം ഇപ്പോൾ ഖത്തറിലോ ഒമാനിലേക്കോ എങ്ങാണ്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒമാനിൽ ഒരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് അവരെ കടത്തിയിരിക്കുന്നു. അതിനർത്ഥം ഒരു വിനാശകരമായ ഒരു യുദ്ധം, ഒരു സമാപനം ഈ ഖമേനി അടക്കമുള്ള, അല്ലെങ്കിൽ ഖമേനിയുടെ ഒപ്പം നിൽക്കുന്ന സൈനിക മേധാവികൾ അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഏത് നിമിഷവും അതുണ്ടായേക്കാം. എനിക്ക് തോന്നുന്നു ഇത് അധികം നീണ്ടുപോകാൻ സാധ്യതയില്ല. ഇനി ഇതിന് ശേഷം എന്ത് എന്നുള്ളതാണ് ഇനി നമുക്ക് ചിന്തിക്കേണ്ടതായ ഒരു വിഷയം. ഈ യുദ്ധാനന്തരം എന്താണ് ഇറാനിൽ എന്നുള്ളത്. കാരണം ഇത് മറ്റു രാജ്യങ്ങളെ പോലെ ഈ അമേരിക്കയ്ക്ക് നേരിട്ട് ഇതിൽ കൈകടത്താൻ സാധ്യമാകുമോ എന്നൊരു സംശയമുണ്ട്. കാരണം റഷ്യയെ സംബന്ധിച്ച് അവരുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഉറച്ച പങ്കാളിയാണ് ഇറാൻ. അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും അടക്കം ഇറാനുമായി നല്ല ബന്ധത്തിലാണ്. അപ്പൊ ഇവരുമായിട്ട് ഒരു കണക്ഷനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇവിടേക്ക് അമേരിക്കയ്ക്ക് മറ്റിടങ്ങളിൽ കൈവച്ചതുപോലെ വെക്കുക അസാധ്യമായ കാര്യമാണ്. ഇപ്പോൾ സിറിയയിലെ അസദ് ഭരണകൂടത്തെ മറിച്ചിട്ടതുപോലെയോ ഇല്ലെങ്കിൽ മറ്റിടങ്ങളിൽ കയറി കൈവച്ചിട്ട് കളിക്കുന്നത് പോലെയോ ഇവിടെ അത്തരത്തിൽ നീക്കം നടത്തുക ഒരുപക്ഷെ അസാധ്യമായ ഒരു കാര്യം തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു യുദ്ധാനന്തരം അവിടെ ഇവർക്ക് അനുകൂലമായിട്ടൊരു സർക്കാർ ഉണ്ടാകാനായിട്ട് മറ്റ് രാജ്യങ്ങൾ സമ്മതിക്കുമോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു. ഒരുപക്ഷെ GCC രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഒപ്പം നിന്നേക്കാം. പക്ഷെ ഇവിടെ റഷ്യക്ക് കൂടി താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ, അവർക്കും കൂടി താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കാം ഒരു പുതിയ ഫോർമുല. അല്ലാതെ ഇവിടെ ട്രംപിന്റെ ഈ ഏകാധിപത്യവും താൻ തോന്നിത്തരവും നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അത് മറ്റു രാജ്യങ്ങൾ അനുവദിക്കില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് എണ്ണ ഉൽപാദക രാജ്യം മാത്രവുമല്ല, എണ്ണയുടെ വില നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം കൂടിയാണ്. അത് അമേരിക്ക കൈവശം വെക്കാണ്ട് മറ്റു രാജ്യങ്ങൾ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിനുള്ള സാധ്യത ഉണ്ടാകില്ല. പകരം ഒരു സംവിധാനം അത് എല്ലാവരുമായിട്ട് സഹകരിച്ച് മാത്രമേ ട്രംപിന് എടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മറ്റിടങ്ങളിൽ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഈ ഭരണം ഏൽപ്പിക്കുക പ്രയാസകരമായി. എനിക്ക് തോന്നുന്നത് യുദ്ധത്തെക്കാൾ പ്രയാസകരമായിരിക്കും യുദ്ധാനന്തരം ഇറാനിലുള്ള ഇവരുടെ ഇടപെടൽ എന്നുള്ളത് തന്നെയാണ്. അത് ഒരുപക്ഷെ അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഈ പശ്ചിമേഷ്യ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരവും അതിന്റെ അവലോകനവും. ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം. അതിനകത്ത് പ്രധാനപ്പെട്ടതൊന്ന്, ഈ യുദ്ധത്തിന് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് അരാക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറാന്റെ ആണവ റിയാക്ടർ ഇസ്രായേൽ ആക്രമിച്ചു. ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടന്നിരിക്കുന്നു. ബീർഷബ ആശുപത്രി അടക്കം 2 ആശുപത്രികൾ തകർത്തു. അതുപോലെ വലിയ കാഷ്വാലിറ്റി ഇസ്രായേലിൽ ഉണ്ടാക്കാൻ പറ്റി. ടെല്ലവീവ് അവരുടെ തലസ്ഥാനത്ത് തന്നെ അടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ റഷ്യ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ റഷ്യക്ക് ഇസ്രായേൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ആണവ റിയാക്ടർ അടിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. US പ്രസിഡന്റ് ട്രംപ് ഈ വാരാന്ത്യത്തിന് മുൻപ് തന്നെ ഒരു കടുത്ത തീരുമാനം എടുത്തേ മതിയാകൂ, അതൊരു ലിമിറ്റഡ് ആക്രമണമായിരിക്കും എന്നുകൂടി പറയുന്നു. അതായത് നമുക്ക് ഒരുപക്ഷെ വരും മണിക്കൂറുകൾ, ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഇറാന്റെ ഒരു വലിയ ആണവ നിലയം തകർത്തു, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം പൂർണ്ണമായി തകർത്തു എന്നൊരു വാർത്ത ഒരുപക്ഷെ പുറത്തു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏതായാലും ഇറാനിൽ വ്യാപകമായ രീതിയിൽ ബോംബിംഗ് ഒന്നും നടത്താനുള്ള സാധ്യതയില്ല. ഇപ്പൊ പുതിയ ലോകരാജ്യങ്ങളുടെ ഒരു പുതിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിലിയൻസിന് കാഷ്വാലിറ്റി ഉണ്ടാക്കാതെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ, ലോഞ്ചറുകൾ, അതുപോലെ തന്നെ ഈ ആണവ റിയാക്ടറുകൾ, ഇത് മാത്രം തകർത്തു പോകുന്ന ഒരു രീതിയാണ്. അതിപ്പോ നമ്മളും ലോകരാജ്യങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ. അല്ല ഇവിടെ ഇസ്രായേൽ ആയിരുന്നാലും റഷ്യ ആയിരുന്നാലും അമേരിക്ക ആയിരുന്നാലും എല്ലാം പാവപ്പെട്ട ജനങ്ങളുടെ തലയെ കൊണ്ട് ബോംബിടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കൊണ്ട് ബോംബിട്ടില്ലെങ്കിലും നമുക്ക് മൊത്തം പഴി മൊത്തം ഇന്ത്യക്കാണ്. നമ്മൾ അവിടെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചാലും പഴി മൊത്തം നമുക്കാണ്. അല്ല, ഇവിടെ ഇറാനിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അമേരിക്കയ്ക്കും ചെയ്യാൻ കഴിയില്ല, ഇസ്രായേലിനും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് കാഷ്വാലിറ്റി ഉണ്ടായാൽ സിവിലിയൻസിന്, ഇപ്പോൾ ഇറാനിൽ എന്തെങ്കിലും തരത്തിൽ ഈ ഖമേനിക്ക് എതിരായിട്ടൊരു വികാരം ഉണ്ടെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ആവും. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഗസ പോലെ അല്ലത്. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് കാഷ്വാലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്ന അവിടെ മാത്രമല്ല, ഗൾഫ് കൺട്രീസിൽ പോലും പ്രശ്നമുണ്ടാകും.
മറ്റിടങ്ങളിലെ ജനം തെരുവിലിറങ്ങും. കാരണം പബ്ലിക്കിന് യെസ്. നേരെ ഉണ്ടായ ഒരു അറ്റാക്ക്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് കൂടി മാത്രമേ, കാരണം ഇവർക്കൊരു വലിയ സ്വപ്നമുണ്ട്, ഇസ്രായേലിനും ആയാലും അമേരിക്കയ്ക്കായാലും. കാരണം അവർക്ക് ഈ ആണവ റിയാക്ടർ തകർക്കുക എന്നുള്ളതല്ല, അവരുടെ തന്നെ ഒരു സർക്കാരിനെ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഇവർക്കൊരു പണി കിട്ടിയിട്ടുള്ളതാണ് അമേരിക്കയ്ക്ക്. അമേരിക്ക ഇതിന് മുമ്പ് 1954 ഇറാനിലെ സർക്കാരിനെ മറിച്ചിട്ടിട്ടാണ് അവിടെ ഈ ഷായുടെ സർക്കാരിനെ കൊണ്ട് അവരോധിക്കുന്നത്. ആ ഷായുടെ സർക്കാരിന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് ഈ ഖമേനി വളർന്നു വന്നത്. അതല്ലാതെ അദ്ദേഹം ഈ ഖമേനി വളർന്നു വരാൻ, അല്ല, നമ്മൾ സത്യം കാര്യങ്ങൾ നമ്മൾ അത് പറയണം. നമ്മള് അതെ അതെ. ഖമേനി വളർന്നു വന്ന ഈ മത തീവ്രവാദം വളർത്തിക്കൊണ്ടല്ലേ ഖമേനി വരുന്നത്. അവിടെ ഈ ഉം. ഷാ ഭരണകൂടത്ത് ഈ അമേരിക്കയുടെ ഒരു പാവ കണക്കായിരുന്നു ഷാ ഭരണകൂടം അന്ന് തൊട്ട് വർക്ക് ചെയ്യുന്നത്. അന്ന് ഈ ഷാ ഭരണകൂടം വലിയ അഴിമതിക്ക് പേരുകേട്ടവരായിരുന്നു. അതായത് ഈ എന്താ പറയുക, ധൂർത്ത്, അഴിമതി, അങ്ങനെ. ഇതിനെതിരെ അവിടെ ഇറാനിൽ ഉയർന്നു വന്ന വികാരങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഖമേനിയുടെ മൂവ്മെന്റ് അവിടെ തുടങ്ങുന്നത്. അതിനെ നമ്മൾ ഉം. വിളിക്കുന്നത് ഇറാനിയൻ വിപ്ലവം എന്നാണ്. പക്ഷെ പിന്നീട് ആ വിപ്ലവം ജയിച്ചു കഴിഞ്ഞപ്പോ ഖമേനി അതിന്റെ ആംഗിൾ മാറ്റി പിടിച്ചു. അതിനെയാണ് നമ്മൾ ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുന്നത്. ശരിക്കും അത് ഇസ്ലാമിക വിപ്ലവമായിട്ടല്ല തുടങ്ങുന്നത്. ഈ അമേരിക്ക ഈ ഷായെ കൊണ്ടുവെക്കുന്നു. ഷാ മാക്സിമം അടിച്ചു പൊളിച്ചിട്ട്, ഇപ്പൊ ഇന്നലെ ഈ ഷായുടെ മകൻ ആഹ്വാനമൊക്കെ നൽകി വരുന്നു. പക്ഷെ അത് എത്രത്തോളം ഇറാനികൾ സ്വീകരിക്കും എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞു. ഒരു വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളൂ. ബഹുഭൂരിപക്ഷവും അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇപ്പം നേപ്പാളിൽ നടക്കുന്ന രാജാവ് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രക്ഷോഭം പോലും ഇറാനിൽ നടക്കില്ല. കാരണം അവരൊരിക്കൽ മടുത്തിട്ടാണ് അവർ ഖമേനി ഉയർത്തിയ ആ ആവശ്യങ്ങളോടൊപ്പം നിന്നത്. പക്ഷെ അവര് പ്രതീക്ഷിച്ചില്ല ഖമേനി അതിലും വലിയൊരു സംഭവമായിരിക്കും ഞങ്ങൾക്ക് നൽകാൻ ഖമേനി കൂടെ പോകുന്നത്. നിന്ന് അങ്ങനെയാണത്. കൂടെ നിന്ന് ആ അതെ അതെ. അപ്പൊ അതുപോലൊരു സംഭവത്തിലേക്ക് എന്തായാലും അമേരിക്കക്ക് പോകാൻ കഴിയില്ല. കാരണം 54 അമേരിക്കയല്ല, അല്ലെങ്കിൽ 54 ലോകമല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി ഇടപെടണം. ഇവിടെ കാഷ്വാലിറ്റി ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല, ഈ ഒരു ലിമിറ്റ്, അതുകൊണ്ടാണല്ലോ അമേരിക്ക എടുത്തു പറഞ്ഞത് ലിമിറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ ഞങ്ങൾ നടത്തും എന്ന് പറയുന്നു. ആ ലിമിറ്റഡ് അറ്റാക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ അമേരിക്ക പരിപാടി നിർത്തും. പക്ഷെ പിന്നെ അമേരിക്ക ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറാൻ ആയതുകൊണ്ട് ഈ ലിമിറ്റഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അവരവരുടെ സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇറാന്റെ അല്ല, ചുറ്റോട് ചുറ്റുമുള്ള സൈനിക താവളങ്ങൾ, അവര് അഫ്ഗാനിസ്ഥാൻ ആയാലും. അവര് അവരിപ്പോ പറഞ്ഞത് എന്താ അറിയോ ബിജേട്ടാ? അവര് പറയുന്നത് അമേരിക്ക ആക്രമിച്ചാൽ നമ്മൾ ഹർമൂസ് കടലിടുക്കിൽ കുഴിബോംബ് വയ്ക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെയാ പറഞ്ഞേക്കുന്നത്, അതാ ഹർമൂസ് ഞാൻ പറഞ്ഞത്. കടലിടുക്കിൽ ഞങ്ങൾ കുഴിബോംബ് വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അവന്മാര് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ഒരു വാറ് ഒരിക്കലും ഇസ്രായേൽ ഹമാസ് പോരാട്ടവുമായിട്ടോ ഇസ്രായേൽ ഹിസ്ബുള്ളയായിട്ടോ ഹൂത്തികളുമായിട്ടുള്ള അറ്റാക്ക് പോലെ ഇത് കാണുകയേ ചെയ്യരുത്. ഇതിനെ നമ്മൾ കാണേണ്ടത് അഫ്ഗാനിസ്ഥാനിൽ പോലും അല്ല. അഫ്ഗാനിസ്ഥാൻ അമേരിക്ക നടത്തിയ പണി പോലെയേ അല്ല, അതിനേക്കാൾ രൂക്ഷമായ ഒരു സാധനമാണ്. കാരണം അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ റിബൽ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു അമേരിക്ക സഹായിക്കാനൊക്കെ ആയിട്ട്. ഇവിടെ അങ്ങനെയല്ല വിഷയം. ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു, ഇന്നലെയൊക്കെ കനത്ത ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഉം. ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ആക്രമണം അമേരിക്ക നടത്തുകയും അത് ഒരു വലിയ രീതിയിൽ, അതായത് അവരുടെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ ആണവ നിലയങ്ങൾ തകർക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ഇറാനെ സംബന്ധിച്ച് അവരുടെ നട്ടലൊടിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അപ്പോൾ അവർ ചെയ്യുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു വലിയ ആക്രമണം നടത്തും. ആ ഉം. ആക്രമണത്തിന്റെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ അവരുടെ ഉം. വ്യോമത്താവളങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നു. ജോർദാനും അവരുടെ ഇത് വിമാനങ്ങൾ വന്നു എന്നൊരു വാർത്തയുണ്ട്. അങ്ങനെ എല്ലായിടത്തും വളഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം അറ്റാക്ക് അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാതെ അമേരിക്ക ബോംബിടുന്നതുകൊണ്ട് എല്ലാം ശുഭപര്യവസാനി ആകില്ല. അത് ഇടുന്നതോടുകൂടി ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ഏത് രീതിയിലാകുമെന്നാണ്. അതോടുകൂടി തീരും. അതോടുകൂടി ഈ വാറിനൊരു തിരശ്ശീല വീഴും. പക്ഷെ ആ ഒരു സാധനം, പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ യുദ്ധമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇതിനു ശേഷം യുദ്ധാനന്തര പശ്ചിമേഷ്യയും യുദ്ധാനന്തര ഇറാനുമായിരിക്കും പ്രധാന ചർച്ച. കാരണം അമേരിക്ക ട്രംപ് കണക്കുള്ള ആളിനെ കൊണ്ട് അത് എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. ഇതിലും വലിയ മിടുക്കന്മാർ അഫ്ഗാനിസ്ഥാനിൽ രാവകൽ കഷ്ടപ്പെട്ടിട്ടൊന്നും സംഭവിച്ചില്ല. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. 54 ഇറാനിൽ ഇതിനേക്കാൾ വലിയ മിടുക്കന്മാർ അവിടെ പ്രസിഡന്റായിട്ട് ഇരുന്നിട്ട് ഉം. അതിനെ കെട്ടി പോകേണ്ട ഒരു അവസ്ഥ അമേരിക്കക്ക് വന്നിട്ടുണ്ട്. അതിന് പിന്നെ ട്രംപിനെ അറിയാമല്ലോ, രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്. അങ്ങനെ അഴികുഴമ്പനായിട്ട് നിൽക്കുന്ന, എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ വന്നതിൽ വെച്ച് ഒരു നിലപാടുമില്ലാത്ത ഒരു പ്രസിഡന്റാണ് ട്രംപായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുമൊക്കെ ആണ് വളരെ കേട്ടോ. നിർണായകമാണ്. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ ഇത് ഓരോരോ ചർച്ചകൾക്ക് ചെയ്യേണ്ട വിഷയമായിട്ടൊക്കെ ഇത് മാറും. ഏതായാലും ഇതുവരെയുള്ള അപ്ഡേഷൻസും അതിന്റെ അനാലിസിസും ഒക്കെ ഇത് തന്നെയാണ്. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.